ശംശായിസയായിരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 34-ാമത്തെ ഭാഗത്തേക്കും ഒരു തരത്തിൽ അവലോകനം ചെയ്താൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്കും പ്രവേശിക്കുകയാണ്. 33-ാമത്തെ ഭാഗം കൊണ്ട് നമ്മൾ ആ ആമുഖത്തിൻ്റെ സമാപനം വരെ എത്തി നിൽക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ആ രണ്ടാം ഘട്ടത്തിലേക്ക് തുടങ്ങുന്നത് പരിശുദ്ധ കന്യാമറിയത്തോട് മംഗളവാർത്തയെക്കുറിച്ച് ഗബ്രിയേൽ ദേവദൂതൻ പറയുന്ന ഭാഗവുമായി ചേർന്ന് പോകുന്ന. അപ്പം ഇവിടെയും നമ്മൾ ബൈബിളിൽ വളരെ ചുരുക്കമായി തന്നെ പ്രതിപാദിക്കുന്ന ആ ഭാഗങ്ങൾ കൂടുതലും അതിൻ്റെ ആഴത്തിലുള്ള അനുഭവങ്ങളൊക്കെ വിസ്തരിക്കുന്ന ഭാഗങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഞാൻ ഈ ഭാഗത്തേക്ക് ഈ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫ്ലോവയും ഉറാറയും എല്ലാം മാറ്റി. കാരണം എനിക്ക് തോന്നിയത് നമ്മളെല്ലാം ഒരു സാധാരണക്കാരെ പോലെ ഒരു ആത്മാക്കളായിട്ട് ആ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ പറയുന്നതിനെക്കുറിച്ച് ഒന്നിച്ച് ധ്യാനിക്കുന്ന, അല്ലാതെ പുരോഹിതനെന്നോ മറ്റ് വിശ്വാസിയെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ. അപ്പം അതാണ് എനിക്ക് കിട്ടിയ പ്രചോദനം അനുസരിച്ച് ഈ ചെറിയ മാറ്റത്തിലേക്ക് വന്നത്. അപ്പം ഈ മംഗളവാർത്ത അറിയിക്കുന്ന ആ സംഭവം, അതിൻ്റെ പശ്ചാത്തലം വളരെ സ്പഷ്ടമായിട്ട് 1-ാമത്തെ വാല്യം 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പരിശുദ്ധ കന്യാമറിയം തൻ്റെ നസ്രത്തിലെ ചെറിയ മുറിയിൽ നൂല് നിൽക്കുകയാണ്. വെളുത്ത ആ നൂല്, അവൾ എന്ത് ജോലി ചെയ്യുന്നതും അതെല്ലാം ഒരു പ്രാർത്ഥനയുടെ നിറവിൽ തന്നെയാണ് അവൾ ചെയ്യുന്നത്. ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൾ ആ നൂല് നിൽക്കലിൻ്റെ പണിയും ചെയ്യുകയാണ്. അവിടെ വാൾത്തോർത്ത അവൾ കണ്ട ആ വിവരണം പറയുന്നത്, അവിടെ ഒരു ഏകാന്തത, നിശബ്ദത, അവിടെ മുറിയിലും അടുക്കളത്തോട്ടത്തിലും എല്ലാം അവിടെ ഒരല്പം പോലും ശബ്ദമില്ല, ശബ്ദകോലാഹലമില്ല. അത് സങ്കീർത്തനം 19 പറയുന്ന അതുപോലെ നമുക്ക് തോന്നാം. ശബ്ദമില്ലാതെ പറയുന്ന ശബ്ദം. അതുപോലെ തന്നെ അവളുടെ മുഖത്ത് ആ പ്രശാന്തത, സമാധാനം. അതിനെ ഉപമിക്കുന്നത് ഒരാശ്രമ മുറി പോലെയോ അല്ലെന്നൊരു ഒരു സെല്ല് പോലെയോ ഒക്കെയാണ്. കാരണം ആശ്രമ മുറിയിൽ ഇരിക്കുന്ന സാധനങ്ങളുടെ മേന്മയല്ല, അവിടെയുള്ള ദൈവികമായിട്ടുള്ള ആ അന്തരീക്ഷം. അതുതന്നെയാണ് വാൾത്തോർത്ത അവിടെ എടുത്തു കാണിക്കുവാൻ, നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ കന്യാമറിയം ഒരു സ്തോത്രഗീതമോ ഒരു സ്തുതിഗീതമോ വളരെ ലളിതമായി ആലപിക്കുകയാണ്. എബ്രായ ഭാഷയിലായതിനാൽ അത് തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വാൾത്തോർത്ത പറയുന്നുമുണ്ട്. പക്ഷെ അതിനകത്ത് യാഹോവേ എന്നുള്ള വാക്കുകൾ കൊണ്ട് അതൊരു പക്ഷേ സങ്കീർത്തനമായിരിക്കാം എന്ന് അവൾ ധരിക്കുകയാണ്. ആ സങ്കീർത്തനം കൂടുതൽ കൂടുതൽ താളമേളത്തോടെ അവൾ ചെല്ലുന്നതിനോടൊപ്പം അതൊരു പ്രാർത്ഥനയായി പരിണമിക്കുകയാണ്. അവൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവമേ, അത്യുന്നത, അങ്ങ് വാഗ്ദാനം ചെയ്ത ആ രക്ഷകനെ ഇനിയും ഭൂമിയിലേക്ക് അയക്കുവാൻ താമസിക്കരുതേ. അനുയോജ്യമായ കാലവും അവസരവും ഫലദായകവും വിശുദ്ധയുമായ കന്യകയെയും അങ്ങ് തന്നെ ഈ ലോകത്തിലേക്ക് അയക്കണമേ. അതിനുവേണ്ടി എൻ്റെ എന്തെങ്കിലും സമർപ്പണം ആവശ്യമുണ്ടെങ്കിൽ
അതും അങ്ങ് സ്വീകരിക്കണമേ. പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്ത അത് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാനും ആ അനുഭവം മനസ്സിലാക്കി നിത്യശാന്തിയിലേക്ക്, വിശ്രമത്തിലേക്ക് പോകുവാനും എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അതൊരു വലിയൊരു അനുഭവമായിട്ട് തീരട്ടെ. ഇങ്ങനെ അവൾ ആ പ്രാർത്ഥനയിൽ നിറഞ്ഞ് മുഖത്തിലെല്ലാം ആ ഒരു അനുഭൂതി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ആ സ്വർഗദൂതൻ, ഗബ്രിയേൽ സ്വർഗദൂതൻ അവളിലേക്ക് വരുന്നത്. ആ വിധി മാറ്റുന്നത് പോലും അറിയാത്ത പോലെ ആ സ്വർഗദൂതൻ്റെ പ്രവേശനത്തെ കുറിച്ച് പറയുന്നത്, സ്വർഗദൂതൻ പ്രവേശിച്ചപ്പോൾ ആ വെള്ളിയുടെ തെളിമയും ഒരു മുത്തിൻ്റെ ധാവളിതയും പ്രകാശമായി അവിടെ പ്രസരിക്കുകയാണ്. അതുപോലെ സ്വർഗദൂതൻ വാ തുറന്നപ്പോൾ ശബ്ദിക്കുമ്പോൾ അവിടെ സപ്തസ്വരങ്ങളുടെ ഒരു സമ്മേളനം പോലെ, അത് ഒരു ലോഹത്തകിടിയിൽ മുത്തുകൾ വാരി വിതറുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലെ അതിസുന്ദരമായ ശബ്ദവും പ്രകാശവും. സ്വർഗദൂതൻ അത്യന്തം വിനയത്തോടെയും എളിമയോടെയും പറയുകയാണ്, വന്ദനം മേരി, കൃപ നിറഞ്ഞവളെ വന്ദനം. പക്ഷേ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ എളിമ കൊണ്ട് അവളിലെ ഭയഭക്തി ബഹുമാനങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അഹങ്കാരത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും അവിടെ വരുന്നില്ല. സ്വർഗദൂതൻ പ്രശംസിക്കുമ്പോഴും അവള് ആ എളിമ നിറഞ്ഞ് അതിൻ്റെ അനുഭവത്തിൽ അവൾ നിൽക്കുമ്പോൾ സ്വർഗദൂതൻ പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ദൈവത്തിരുമ്പിൽ കൃപ കണ്ടെത്തിയവളാണ്, നീ അനുഗ്രഹീതയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം, അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിലും യാക്കോബിൻ്റെ ഭവനത്തിലും നിത്യതയിൽ വസിക്കുന്നവനായിരിക്കും, അവൻ ഭരണം നടത്തും, അവനാണ് ലോകം പ്രതീക്ഷിക്കുന്ന രക്ഷകൻ. ഇത് പറയുമ്പോഴും മേരി തൻ്റെ ആ എളിമയിൽ കൂടി ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? അതിനുത്തരമായി സ്വർഗദൂതൻ പറയുന്നത്, നീ നിത്യകന്യക തന്നെയാണ്, നിന്നിൽ പ്രവേശിക്കുന്ന പുരുഷന്റെ പ്രവൃത്തി കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ആ വരവോടുകൂടിയാണ്. അപ്പോൾ അവൾ പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ തിരുവിഷ്ടം എന്നിൽ നിറവേറട്ടെ. ഈ സമയം സ്വർഗദൂതൻ കൂടുതൽ പ്രകാശിതമാവുകയാണ്. കാരണം അവൻ കാണുന്നു പരിശുദ്ധാരൂപി പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ സ്വർഗീയ അനുഭവം. ഇതാണ് വാഴ്ത്തോർത്തായുടെ ഗ്രന്ഥത്തിൽ കൂടി ആ മംഗളവാർത്തയെ അറിയിക്കുന്ന ആ സ്വർഗീയ അനുഭവം. ഇവിടെ ഒരു പക്ഷേ നമുക്ക് വേണ്ടി ചിന്തിക്കേണ്ട ഒരു ഭാഗം ഇതായിരിക്കാം. ആട്ടിടയന്മാരോടും സ്വർഗദൂതൻ വന്ന് പറയുന്നുണ്ട്, ഭൂമിയിൽ കൃപ നിറഞ്ഞവർക്ക് സമാധാനം, കൃപ നിറഞ്ഞവർക്ക് മാത്രം സമാധാനം. അതേസമയം 10-ാം വചനത്തിൽ ലൂക്കായുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമുക്ക് ആ കൃപയിൽ കൂടി ആ വലിയ സന്തോഷത്തിൻ്റെ, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ ആ സദ്വാർത്ത സ്വീകരിക്കുവാൻ, നമുക്കും ഇതൊരു മംഗളവാർത്തയായി തീരുവാൻ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട്